എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു സെൻസർ ബൾബ് ഉണ്ടാക്കുന്ന വിധമാണ്. സെൻസർ ബൾബ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു 10 വാട്ട്സിന്റെ ഒരു ചെറിയ സെൻസർ ബൾബാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 15 വാട്ട്സിന്റെ കുറച്ചും കൂടി ലൈറ്റോ കൂടിയിട്ടുള്ള ഒരു സെൻസർ ബൾബാണ്. അപ്പോൾ ഈ സെൻസർ ബൾബിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ആൾ ചെന്ന് കഴിഞ്ഞാൽ ബൾബ് കത്തും. ആൾ അവിടുന്ന് പോന്നു കഴിഞ്ഞാൽ ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ ബൾബ് ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആവുന്നുള്ളതാണ്. ഈ ബൾബിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കാൻ ഇലക്ട്രോണിക്സ് പഠിക്കേണ്ട ആവശ്യമില്ല. ഇലക്ട്രോണിക്സിനെ കുറിച്ച് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. സോൾഡർ ചെയ്യാൻ അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് ഇങ്ങനത്തെ പ്രോഡക്ട്സ് ഉണ്ടാക്കാനുള്ള ഒരു താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള സെൻസർ ബൾബുകൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ സോൾഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലാകെ നമുക്ക് ഒരു കണക്ഷൻ കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. വേറെ നമുക്ക് ഒന്നും ആവശ്യമില്ല. അതും എന്താണ്, ഒരു പിൻ ടൈപ്പ് കണക്ഷനാണ്. സോൾഡറിംഗ് ആണെന്ന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറും 1 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ബൾബ് ഉണ്ടാക്കാന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ബൾബുകൾ നമ്മൾ കടയിൽ പോയിട്ട് വാങ്ങുമ്പോൾ വലിയൊരു റേറ്റ് ആണ് വരിക. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു എമൗണ്ട് നമുക്കിത് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ബൾബ് ഉണ്ടാക്കുന്ന വിധവും അതേപോലെ തന്നെ ഇതിന്റെ റോ മെറ്റീരിയൽസ് എവിടെ കിട്ടുക, ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ വിശദമായിട്ട് പറയാൻ പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ സെൻസർ ബൾബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു മൊഡ്യൂളാണ്. ഇതിലൊരു LED പാനലും ഉണ്ട്, സെൻസർ മൊഡ്യൂളും ഉണ്ട്. ഇവിടെ നമ്മൾ റഡാർ സെൻസർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊരു DOB ടൈപ്പ് ബോർഡാണ്. അപ്പോൾ നമുക്ക് ഇതിൽ പ്രത്യേകിച്ച് വേറെ ഡ്രൈവർ ബോർഡിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് AC ലൈൻ കൊടുത്താൽ മതി. ഇതിന്റെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ഒരു സോക്കറ്റ് കാണാം അവിടെ. ആ സോക്കറ്റിലേക്ക് അവിടെ ചെറിയൊരു സോക്കറ്റ് കാണുന്നുണ്ട്. ഈ സോക്കറ്റിലേക്ക് നമ്മൾ 2 വയർ, ക്യാപ്പിൽ ഉള്ള 2 വയർ നമ്മൾ കൊടുത്താൽ മാത്രം മതി. അത്രയാണ് ഇതിൽ ചെയ്യാനുള്ളൂ. ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇതിന്റെ ഹീറ്റ് സിങ്ക്. ഈ ഹീറ്റ് സിങ്ക് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ DOBയിൽ ഉണ്ടാവുന്ന ഹീറ്റിനെ ഒന്നും കൂടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഹീറ്റ് ഇതിലേക്ക് വ്യാപിപ്പിക്കും. അതിന് നമ്മൾ ഇത് രണ്ടും കൂടി നമ്മൾ എന്താ ചെയ്യുക, സിലിക്കൺ പേസ്റ്റ് അല്ലെങ്കിൽ തെർമൽ പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒട്ടിച്ചു വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഹീറ്റ് സിങ്ക് ഉള്ളത് കൊണ്ട് നമുക്ക് ഇത്തരം ബൾബുകളുടെ ലൈഫ് നമുക്ക് കൂടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഈ ഒരു ഹൗസിംഗ്, ഈ ഹൗസിംഗിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിനുള്ളിൽ ഒരു അലുമിനിയം കോട്ടിംഗ് ഉണ്ട്. അപ്പോൾ ഈ അലുമിനിയം കോട്ടിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഹീറ്റ് അതിലേക്ക് കൂടി വ്യാപിക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ ഹീറ്റ് LED പാനലിൽ കുറെ നേരം നിന്ന് കഴിഞ്ഞാൽ അത് ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ബൾബിന്റെ ലൈഫിനെ അത് ബാധിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഹൗസിംഗിന്റെ ഉള്ളിൽ നമ്മളൊരു അലുമിനിയം കോട്ടിംഗ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ഹൗസിംഗ് തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഇതിന്റെ അടുത്തൊരു ഭാഗം അതിന്റെ ഡിഫ്യൂസറാണ്. ഇവിടെ ഇങ്ങനെയുള്ള ഒരു ടൈപ്പ് ഡിഫ്യൂസറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബൾബിന്റെ ഷേപ്പ് ഇതേപോലെയാണ് വരിക. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ലാമ്പാണ് ഇത് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഡിഫ്യൂസർ നമുക്കറിയാം, നമ്മൾ സാധാരണ ബൾബിൽ ഉപയോഗിക്കുന്ന അതേ മെറ്റീരിയൽ തന്നെയാണ്, ഷേപ്പിന് മാത്രമേ ഇതിൽ മാറ്റമുള്ളൂ. ഇനി ഇതിനോട് കൂടെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ക്യാപ്പ്. ക്യാപ്പ് നമുക്ക് 2 തരത്തിൽ ക്യാപ്പ് ഉണ്ട്. ഇത് ബട്ടൺ ടൈപ്പ് ക്യാപ്പാണ് എന്ന് പറയുമ്പോൾ ഇതിൽ സോൾഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഇതിൽ 2 വയർ കൊടുത്തു വെച്ചിട്ടുണ്ട്, ബട്ടൺ വെച്ചുകൊണ്ട് സോൾഡർ ചെയ്യാത്ത ടൈപ്പ് തന്നെ. ഇനി നമുക്ക് ഈ 2 വയർ നമ്മൾ ആ LED പാനലിലേക്ക് അല്ലെങ്കിൽ DOB ടൈപ്പ് LED പാനലിലേക്ക് കണക്ഷൻ കൊടുത്താൽ ബൾബിന്റെ കണക്ഷൻ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്കതിന് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് കൂടി നോക്കാം. അപ്പോൾ നമ്മൾ ഈ ബൾബ് ഉണ്ടാക്കാൻ ആദ്യം ചെയ്യുന്നത് ഈ സെൻസർ മൊഡ്യൂൾ, അതായത് DOB ടൈപ്പ് സെൻസർ മൊഡ്യൂൾ, ഇതിൽ LED പാനലും കൂടി ഉള്ളതാണ്. ഇവിടെ നമ്മൾ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് അല്ലെങ്കിൽ സിലിക്കൺ പേസ്റ്റ് നമ്മൾ നല്ലവണ്ണം തേക്കുക. എന്നിട്ട് നമ്മൾ ഈ ഹീറ്റ് സിങ്കിലേക്ക് അത് ഒട്ടിച്ചു വയ്ക്കുക. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ടാണിത്. ഇതിനെ സിലിക്കൺ പേസ്റ്റ് എന്നും പറയാറുണ്ട്. നമ്മളത് ഇതിലേക്ക് ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ആക്കിയാലും മതി, ഒന്നങ്ങോട്ട് സ്പ്രെഡ് ആക്കുക. ഇത് നമ്മൾ സ്ക്രൂ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഗമ്മിട്ട് കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്നോളൂ, ആ ഗമ്മിൽ ഒട്ടി നിന്നോളൂ അത്. ഇനി നമ്മൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു സോക്കറ്റ് ഉണ്ട്. ആ സോക്കറ്റ് ഈ ഹോളിന് കറക്റ്റായിട്ട് വരുന്ന ഇത് ഒട്ടിച്ചാൽ മതി. ഇവിടെ നോക്കിയാൽ മതി, കണ്ടോ? ഇങ്ങനെ നമ്മളത് ഒട്ടിച്ചു വയ്ക്കുക. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ഇനി നമുക്കിതിലേക്ക് വയർ കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഹൗസിങ് എടുക്കുക. ഹൗസിംഗിൽ നിന്ന് നമ്മൾ ഈ ക്യാപ്പ് ഹൗസിങ്ങിൽ വെക്കുക. പഞ്ചിങ് നമുക്ക് ലാസ്റ്റ് ചെയ്താൽ മതി. നമ്മൾ ഹൗസിങ്ങിൽ ക്യാപ്പ് വെക്കുക, കണ്ടോ? ഇനി നമ്മളിപ്പോൾ ഈ 2 വയർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ 2 വയർ നമ്മൾ ഇതിൻ്റെ ഈ ബോർഡിലേക്ക് കണക്ഷൻ കൊടുക്കുക. നോക്കൂ, ഇവിടെ ഈ 2 ഹോള് കാണാം. അതിലേക്ക് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതി. അതിൽ വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല, കണ്ടോ? 2 വയറും നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ഇറക്കി വയ്ക്കുക.
പ്രസ്സിങ് മെഷീൻ ഉണ്ടെങ്കിൽ പ്രസ്സിങ് മെഷീൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഒന്ന് ആക്കിയാൽ മതി. എന്നിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് ഗം ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ തെർമൽ പേസ്റ്റോ അല്ലെങ്കിൽ ഹീറ്റ് സീങ് കോമ്പൗണ്ടോ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് ഊരിപ്പോരായിരിക്കാൻ അത് ഗുണം ചെയ്യും. അല്ലെങ്കിൽ ഗം ഇട്ട് കൊടുത്താലും മതി സൈഡിൽ കൂടെ. ഞാൻ ജസ്റ്റ് കുറച്ച് സിലിക്കൺ പേസ്റ്റ് ആ സൈഡിൽ കൂടെ ഒന്നും കൂടി ആക്കി കൊടുക്കുകയാണ്. ഈ സൈഡിലൂടെ ഞാൻ കുറച്ച് സിലിക്കൺ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് അത് ചെയ്യാനുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ ഡിഫ്യൂസർ അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നാണ്ട് പ്രസ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പം നമ്മുടെ ബൾബിൻ്റെ അസംബ്ലിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ക്യാപ്പ് ഒന്ന് പഞ്ച് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇത് പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബൾബ് ഓക്കെ ആയി. ഇനി നമ്മുടെ കയ്യിൽ പഞ്ചിങ് മെഷീൻ ഇല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പഞ്ചിങ്ങിന് പകരം ഇവിടെ നമുക്ക് ഗം ഇട്ട് കൊടുത്താൽ മതി. അത് നമ്മൾ ഫ്ലക്സ് ഒക്കെ ഒട്ടിക്കുന്ന 743 എന്ന് പറയുന്നൊരു ഗമ്മുണ്ട്. അപ്പോൾ ആ ഗമ്മ് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ, അല്ലെങ്കിൽ സൂപ്പർ ഗ്ലോ അതേപോലെയുള്ള ഏതെങ്കിലും ഒരു ഗമ്മ് നമ്മൾ ഇതിലേക്കൊന്ന് ഒഴിച്ചൊട്ടിച്ചാൽ മതി. അത്രയേ ഉള്ളൂ. കാരണം ഇത് വെയിറ്റ് ഒക്കെ വളരെ കുറവായതുകൊണ്ട് ഗം ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ പഞ്ചിങ് മെഷീൻ ഉള്ളത് കൊണ്ട് പഞ്ച് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. 30 സെക്കൻഡാണ് ബൾബിൻ്റെ ടൈം എന്ന് പറയുന്നത്. 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് അവിടെ ആളൊന്നും ഇല്ലെങ്കിൽ ബൾബ് എന്തെങ്കിലും ഓഫ് ആവും. ഇപ്പോൾ നോക്കൂ, നമ്മൾ ബൾബിൻ്റെ അടുത്തേക്ക് വന്ന് ബൾബ് കത്തി. ഇനി ഒരു 30 സെക്കൻഡ് സമയം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബൾബ് ഓഫ് ആവും. നമ്മൾ കറക്റ്റായിട്ട് ടൈം നോക്കാം. കണ്ട 30 സെക്കൻഡ് ആവുന്നില്ല, അതിൻ്റെ മുമ്പ് തന്നെ ബൾബ് കത്തുന്നുണ്ട്. വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സെൻസർ ബൾബാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഇതിൻ്റെ റോ മെറ്റീരിയൽസോ അല്ലെങ്കിൽ അസംബിൾഡ് ബൾബോ ആവശ്യമുള്ളവർ, ഇതിപ്പോൾ അസംബിൾഡ് ബൾബ് എന്ന് പറയാനുള്ള കാരണം ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഇതിൽ ഞാൻ പറഞ്ഞു, ഒരു എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നും 2 വയർ കണക്ഷൻ കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ റോ മെറ്റീരിയൽസോ അല്ലെങ്കിൽ ബൾബോ ആവശ്യമുള്ളവരുണ്ടെങ്കിലും എൻ്റെ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ വാട്സപ്പിൽ ബന്ധപ്പെടുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം. ഓക്കെ, അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.